പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറിയിൽ അക്ഷരപ്പെരുമ 12 വായന വാരാഘോഷത്തിന് ജൂൺ 20-ന് തുടക്കം കുറിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. PN പണിക്കരുടെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ നഗരസഭയും മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അക്ഷരപ്പെരുമ 12 ജൂൺ 20 മുതൽ 24 വരെ പെരുമ്പാവൂർ നഗരസഭാ ലൈബ്രറിയിൽ നടക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ KN സംഗീത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അക്ഷരപ്പെരുമ 12 എന്നതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന 2026 ജൂൺ 20 മുതൽ 24-ാം തീയതി സമാപന സമ്മേളനത്തോടുകൂടി നടത്തുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. 2013 ശ്രീ KMA സലാം ചെയർമാനായിരുന്ന സമയത്ത് ആരംഭിച്ച ഈ അക്ഷരപ്പെരുമ എന്ന പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനുൾപ്പെടെ പൊതുസമൂഹത്തിലേക്ക് വായനയിലൂടെ വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ള എക്കാലത്തും പ്രസക്തമായ ഉദ്ധരണിയിലൂടെ വായനയുടെ സർഗപ്രപഞ്ചം സൃഷ്ടിച്ച PN പണിക്കരുടെ അനുസ്മരണമായ ജൂൺ 19 സാധാരണ വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ ലൈബ്രറിയിൽ കൂടുതൽ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസമായ റഫറൻസ് ബുക്കുകൾ ഉപയോഗിക്കുന്നതിനും വായനാശീലം പുതുതലമുറയിലേക്ക് നടത്തുന്നതിനും അവർക്ക് കൂടുതൽ ഉപയോഗപ്രദമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്ഷരപ്പെരുമ എന്ന പരിപാടി നമ്മൾ നടപ്പിലാക്കുന്നത്. 20-ന് രാവിലെ 10-ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം ചെയ്യും. MLA മനോജ് മുത്തേടൻ അധ്യക്ഷത വഹിക്കും. 24-ന് നടക്കുന്ന സമാപന സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. പുസ്തകമേള, പുസ്തക ചർച്ച, പുസ്തക പ്രകാശനം, ഖാദി, കൈത്തറി, വനശ്രീ മേളകൾ, കുടുംബശ്രീയുടെ പ്രത്യേക രുചിക്കൂട്ട് ഭക്ഷണമേള എന്നിവയും അക്ഷരപ്പെരുമയുടെ ഭാഗമാകും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, ജനറൽ കൺവീനർ ഡോക്ടർ അജി C. പണിക്കർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. ഷറഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഗദാഫി, കൗൺസിലർമാരായ KP റെജിമോൻ, ഷാജി കുന്നത്താൻ എന്നിവർ പങ്കെടുത്തു. പെരുമ്പാവൂർ നഗരസഭയും മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായി അക്ഷരപ്പെരുമ 2012 എന്ന പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ എഴുത്തും വായനയും അക്ഷരവും എങ്ങനെയാണ് ഒരു ജനതയുടെ സാംസ്കാരിക ഔന്നത്യത്തെ നിയന്ത്രിക്കുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യമായിരുന്നു PN പണിക്കരുടെ ജീവിതം തന്നെ. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 തുടർന്നുള്ള ജൂൺ 20 തൊട്ട് 24 വരെ വരുന്ന 5 ദിവസങ്ങളിലായിട്ടാണ് പെരുമ്പാവൂർ നഗരസഭ മുനിസിപ്പൽ ലൈബ്രറിയുമായി ചേർന്ന് അക്ഷരപ്പെരുമ എന്ന് പറയുന്ന പരിപാടി ഇവിടെ നടത്തുന്നത്. വളരെ വിപുലമായ പരിപാടികളാണ് ഇത്തവണ നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 5 ദിവസത്തെ പരിപാടിയിൽ ആദ്യത്തെ പരിപാടി ജൂൺ 20-ന് ആരംഭിക്കുന്നു. ഉദ്ഘാടന സമ്മേളനവും അതിനോടൊപ്പം തന്നെ യൂസഫ് അലി കീച്ചേരി അനുസ്മരണവും അന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ ദിവസം വനിതാ വേദിയാണ്. പൂർണ്ണമായും സ്ത്രീകൾക്ക് വേണ്ടി വിവിധങ്ങളായ സംവാദങ്ങളും വർത്തമാനകാല രാഷ്ട്രീയ പ്രസക്തമായ വിഷയങ്ങളും ഒക്കെ അന്ന് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. കൂടാതെ കുടുംബശ്രീക്കാരുടെ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കലാപരിപാടികളും അന്ന് അരങ്ങത്തെത്തുന്നു. വനിതകളായ കവികളുടെ കവിയരങ്ങ്, ചിത്രരചന ക്യാമ്പ് തുടങ്ങിയവ അന്നേ ദിവസം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ ദിവസം കുട്ടികൾക്ക് വേണ്ടിയുള്ള ദിനമാണ്. ബാലവേദി എന്ന പേരിട്ടാണ് നമ്മൾ ആ ദിവസത്തെ വിളിക്കുന്നത്. കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളാണ് ബാലവേദിയുടെ അന്ന് അരങ്ങേറുന്നത്. CP പള്ളിപ്പുറം, ബാലസാഹിത്യകാരൻ കൂടിയായ CP പള്ളിപ്പുറമാണ് അന്നത്തെ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അന്നേ ദിവസം തന്നെ വൈകുന്നേരത്തോട് ഉൾപ്പെടെ എല്ലാ വിവിധങ്ങളായ സ്കൂളുകളിലെയും കലാലയങ്ങളിലെയും കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധങ്ങളായ മത്സരങ്ങൾ അരങ്ങേറുന്നു. അതിനുശേഷം നടക്കുന്നത് ജൂൺ 23-ന് യുവജന വേദിയാണ്. യുവജന വേദിയിൽ വർത്തമാനകാല സംവാദങ്ങൾ, രാഷ്ട്രീയ സംവാദങ്ങൾ വിനോദ വൈശാഖി വേദിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം അഡ്വക്കേറ്റ് ജയശങ്കർ പങ്കെടുത്തുകൊണ്ടുള്ള മാധ്യമ സെമിനാർ വളരെ ശ്രദ്ധയാകർഷിച്ച പരിപാടിയാണ്. വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കൾച്ചറൽ പ്രോഗ്രാംസ് ആണ്. ഏറ്റവും അവസാനത്തെ ദിവസം വയോജന സംഗമമാണ്. വയോജന സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്കൃത് യൂണിവേഴ്സിറ്റിയുടെ പഴയ VC കൂടിയായിട്ടുള്ള ഡോക്ടർ KG പൗലോസ് മാഷാണ്. ആ ദിവസത്തിൽ വയോജനങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ രംഗത്തെത്തിക്കുന്നുണ്ട്. അതുകൂടാതെ വൈകുന്നേരത്തോടുകൂടി സാംസ്കാരിക സമ്മേളനം, സമാപന സമ്മേളനവും നടക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ MP ബെന്നി ബെഹനാനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധങ്ങളായ സാംസ്കാരിക നേതൃത്വം അന്ന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്.
എല്ലാ ദിവസങ്ങളും തന്നെ വൈകുന്നേരങ്ങളിൽ കൾച്ചറൽ നൈറ്റ്സ് ആണ്. അതിൽ ആദ്യത്തെ ദിവസത്തിൽ നൃത്തസന്ധ്യയാണ്. നമ്മുടെ പ്രിയങ്കരിയായ നാട്യശ്രീ ചിത്ര സുകുമാരനും അതുപോലെ തന്നെ RLV ശാലിനി പ്രദീപും ചേർന്ന് അവതരിപ്പിക്കുന്ന വിവിധങ്ങളായ നൃത്ത പരിപാടികളാണ്. രണ്ടാം ദിവസം രംഗത്തെത്തുന്നത് ആലപ്പുഴ സൂര്യകാന്തിയുടെ ജീവന്റെ ജീവൻ എന്ന് പറയുന്ന നാടകമാണ്. അന്നേ ദിവസം തന്നെ യൂസഫ് അലി കച്ചേരി അനുസ്മരണവുമുണ്ട്. അതിനുശേഷം വരുന്ന മൂന്നാമത്തെ ദിവസത്തിൽ വരുന്ന പരിപാടി വനിതാവേദിയുടെ അന്ന് വിവിധ ഗാനൂർ നാട്ടുപൊലിമയുടെ നാട്ടുപാട്ട് അരങ്ങ് എന്ന് പറയുന്ന പരിപാടി രംഗത്തെത്തുന്നുണ്ട്. എല്ലാത്തിനും ഉപരിയായി NJ നന്ദിനി സംഗീത നാടക അക്കാദമി അവാർഡ് വിന്നർ കൂടിയായ ഡോക്ടർ NJ നന്ദിനിയുടെ സംഗീത കച്ചേരി ഒരു ദിവസം വൈകുന്നേരം നടക്കുന്നു. അത് ലാസ്റ്റ് ദിവസം അലോഷി പാടുന്നു. പ്രശസ്തനായ ഗായകൻ തൻ്റെ വീട്ടുമുറ്റത്തിരുന്ന് സ്വന്തം ഹാർമോണിയത്തിന്റെ സഹായത്തോടു കൂടി പാട്ടുകൾ പാടി തുടങ്ങിയ അലോഷി ലോകശ്രദ്ധയെ ആകർഷിച്ച പാട്ടുകാരനായി മാറിയ അലോഷിയെ പെരുമ്പാവൂരിൽ എത്തിക്കുകയാണ്. അലോഷി പാടുന്നു എന്ന പരിപാടിയാണ് ഏറ്റവും അവസാനത്തെ ദിനത്തിൽ രംഗത്തെത്തിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വിവിധങ്ങളായ പുസ്തകമേളകൾ ഇതുമായിട്ട് അനുബന്ധമായി നടത്തുന്നു. കൈത്തറി, ഖാദി, വനശ്രീ മേളകളും ഇതിൻ്റെ ഒപ്പമായി നടത്തുന്നുണ്ട്. അതുകൂടാതെ ഭക്ഷ്യമേള, നാടൻ ഭക്ഷ്യമേള രംഗത്തെത്തിക്കുന്നു. കുടുംബശ്രീക്കാരുടെ പ്രത്യേക രുചിക്കൂട്ടുമായി കുടുംബശ്രീക്കാർ സ്വാദിഷ്ടമായ ആഹാരങ്ങൾ പകർന്നു നൽകുന്നു. അങ്ങനെ വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അക്ഷരപ്പെരുമയെ പെരുമ്പാവൂരിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവമാക്കി മാറ്റുവാനുള്ള തീരുമാനമാണ് ഇത്തവണ നഗരസഭ കൈക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.